കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് ബ്രൗണിങ്. ബ്രൗണിങ് എല്ലാ അർത്ഥത്തിലും ടെന്നീസിൻ്റെ നേരെ എതിരാളിയായിട്ടാണ് നിന്നത്. കീറ്റ്സിൻ്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഈ ലോകം ബ്രൗണിങ്ങിൻ്റെ ദൃഷ്ടിയിൽ ആത്മാവുകളെ സൃഷ്ടിച്ചെടുക്കാനുള്ള ഒരു താഴ്വരയായിരുന്നു. എ വാലി ഓഫ് സോൾ മേക്കിംഗ്. ഓരോ പ്രവൃത്തിയും ചിന്തയും അനുഭവവും നമ്മുടെ ആത്മാവിൻ്റെ ഗതിയെ നിർണ്ണയിക്കുന്നതോ തടസ്സപ്പെടുത്തുന്നതോ ആകയാലാണ് പ്രാധാന്യം അർഹിക്കുന്നത്. വ്യക്തിയുടെ ഇച്ഛാശക്തിയെ ചങ്ങലക്കിടുന്നതല്ല മോക്ഷം എന്ന് ടെന്നിസണിനോട് അസന്നിഗ്ധമായിട്ട് ബ്രൗണിങ് പറഞ്ഞു. ഇച്ഛാശക്തിയെയും സ്വാഭാവിക വികാരങ്ങളെയും തടവിലിടാതെ അവയെ നിയന്ത്രിതമായ ഒരു പന്ഥാവിലൂടെ സഞ്ചരിപ്പിച്ച് വളർത്തുന്നതാണ് ബ്രൗണിങ്ങിൻ്റെ സ്വാതന്ത്ര്യ സ്വപ്നം. കല ഇത്തരം അനർഘ നിമിഷങ്ങളുടെ, ഇത്തരം സ്വതന്ത്ര അനുഭൂതിയുടെ പ്രതീകമാണ് ബ്രൗണിങ്ങിന്. സാമാന്യ നിയമങ്ങൾക്ക് വേണ്ടി ഇത്തരം മുഹൂർത്തങ്ങളെ മുഴുവനായി നശിപ്പിക്കുന്നതും തള്ളിപ്പറയുന്നതുമായ ആധുനിക ശാസ്ത്രവുമായി ബ്രൗണിങ്ങിന് യാതൊരു ബന്ധവുമില്ല. പ്രേമമാണ് ആത്മാവിൻ്റെ ഏറ്റവും പ്രധാനവും മഹത്വമായ അനുഭവവും കർമ്മവും. ആത്മാവിനെ പരീക്ഷിക്കേണ്ടതും അതിൻ്റെ ഭാവി നിർണ്ണയിക്കേണ്ടതും പ്രേമിക്കാനുള്ള കഴിവ് നോക്കി വേണം. ഈ പ്രപഞ്ചത്തിൽ മാത്രമല്ല, അനന്തപ്രപഞ്ചങ്ങളിലും സ്വന്തം പൂർണ്ണത തേടി മരണാനന്തര യാത്ര നടത്തുന്ന ആത്മാക്കൾക്ക് പ്രേമം ഒന്നു മാത്രമാണ് തുണ എന്ന് ബ്രൗണിങ് തൻ്റെ കവിതകളിൽ സമർത്ഥിക്കുകയുണ്ടായി. മനുഷ്യൻ്റെ സ്നേഹവും അത് കൊണ്ടുവരുന്ന മഹത്തായ അനുഭൂതികളും ഈശ്വരൻ്റെ പ്രേമത്തിൻ്റെയും അത് വാഗ്ദാനം ചെയ്യുന്ന അനുഭൂതിയുടെയും പ്രകടമായ ലക്ഷണങ്ങളാണ് എന്ന് അദ്ദേഹം കരുതി. ഈ ധൈര്യവും ജീവിതത്തിലുള്ള വിശ്വാസവും ആനന്ദവും പ്രസാദാത്മകതയും അദ്ദേഹം തൻ്റെ കവിതകളിൽ നിക്ഷേപിച്ചിട്ട് പോയി. നാലപ്പാടൻ്റെ കവിതകളിലെ ടെന്നിസൻ്റെ പ്രതീകത്തെ കാണാൻ ശ്രമിച്ചിട്ടുള്ള നിരൂപകരിൽ പലരും ബ്രൗണിങ്ങിൻ്റെ പ്രതീകത്തെ കണ്ടിട്ടില്ല എന്നതുകൊണ്ടാണ് ഞാൻ ഇവർ തമ്മിലുള്ള ഈ അന്തരത്തെ എടുത്തു പറഞ്ഞത്. കാർലൈൽ, ടെന്നിസൺ, ബ്രൗണിങ് എന്നിവരിൽ നാലപ്പാടൻ്റെ തത്വശാസ്ത്രത്തിന് ഒരു എലിജി അല്ലെങ്കിൽ വിലാപകാവ്യം എഴുതിയെന്നത് ഒഴിച്ച് ടെന്നിസിൻ്റെ തത്വശാസ്ത്രത്തോടുള്ള കടപ്പാട് പൂജ്യമാണ്. ഒട്ടുമില്ല. അനശ്വരത തേടിയുള്ള പ്രയാണത്തിൽ ടെന്നിസണോടല്ല, അദ്ദേഹം ഉപനിഷത്തുകളോടും ഇന്ത്യയുടെ പൗരാണിക വിജ്ഞാനശാഖയോടുമാണ് കടപ്പെട്ടത്. 1901 വിക്ടോറിയ രാജ്ഞി മരിച്ചതോടെ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ വിക്ടോറിയൻ കാലഘട്ടം അവസാനിച്ചില്ല. ഇന്ന് ആദരപൂർവ്വം സ്മരിക്കപ്പെടുന്ന കാർലൈൽ മുതലായവർ ആ പദവി നേടിയെടുത്തത് 19-ാം നൂറ്റാണ്ടിലെ പ്രവണതകളെ നിശ്ചിതമായി വിമർശിച്ചുകൊണ്ടുകൂടിയാണ്. അന്നത്തെ മൂല്യങ്ങളെ കണ്ണടച്ച് സ്വീകരിച്ചുകൊണ്ട് വെറുതെ ആനന്ദം പ്രത്യാശാശുഭാപ്തി എന്ന് തത്തമ്മപ്പാട്ട് പാടിയ ടെന്നിസനെ പോലെയുള്ള യാഥാസ്ഥിതികരാവട്ടെ ഇന്നത്തെ തലമുറയുടെ കണ്ണിൽ ആദരണീയരല്ല. കാർലൈൽ തൻ്റെ കാലഘട്ടത്തിലെ ഭൗതികതയെയും അസത്യജടിലമായ യാന്ത്രിക സമൂഹ ജീവിതത്തെയും സൗന്ദര്യബോധമില്ലായ്മയെയും സമൂഹത്തിൻ്റെ അന്ധവിശ്വാസങ്ങളെയും കളിയാക്കി. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇത്തരം ശബ്ദങ്ങൾ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ മുഴങ്ങിക്കേട്ടിരുന്നു. 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ശതകത്തിലും കവികളും ചിന്തകന്മാരും കഴിഞ്ഞ നൂറ്റാണ്ടിൽ നിന്ന് കടം വാങ്ങിയ ഇത്തരം മൂല്യച്ചുരികളെ കളിയാക്കുകയും വിമർശിക്കുകയും ചെയ്തു. ഇവരിൽ ചിലർ വെറുതെ വിമർശിക്കുകയല്ലാതെ മറ്റൊരു പുതിയ സമൂഹ വ്യവസ്ഥയ്ക്ക് രൂപം കൊടുത്തില്ല. H.G. വെൽസ്, ബെർണാഡ് ഷാ തുടങ്ങിയവർ ഇതിന് മുൻകൈയെടുത്ത് പ്രവർത്തിച്ചവരിൽ പെടുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തോടുകൂടി പുതിയൊരു സമൂഹത്തിനും പ്രസ്ഥാനത്തിനും ചിന്താമണ്ഡലത്തിനും ഇംഗ്ലീഷ് സാഹിത്യം അരങ്ങൊരുങ്ങിക്കഴിഞ്ഞിരുന്നു. വിക്ടോറിയൻ കാലഘട്ടത്തിൻ്റെ അവസാനത്തിൽ ജനിച്ച നാലപ്പാടൻ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തെ 2 ദശകങ്ങളിൽ രചിച്ച കൃതികളെ നമുക്ക് ഈ വെളിച്ചത്തിലാണ് നോക്കിക്കാണേണ്ടത്. പ്രബുദ്ധവും പ്രതിഭ കൊണ്ട് പ്രകാശിക്കുന്നതുമായ ഒരു യുവാവിൻ്റെ മനസ്സിൽ നിന്ന് അന്ന് നിലവിലിരുന്ന എല്ലാ വിശ്വാസ പ്രമാണങ്ങളെയും അനീതികളെയും ചോദ്യം ചെയ്യുന്നതും യാഥാസ്ഥിതികർക്ക് രുചിക്കാത്തതുമായ ഒട്ടേറെ കൃതികൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹിംസയിൽ നിന്ന് അഹിംസയിലേക്ക് നടക്കാനും ലോകസമാധാനത്തെക്കുറിച്ചും അതിനുവേണ്ട നയങ്ങളെക്കുറിച്ചും ലോകത്തെങ്ങുമുള്ള ചിന്തകന്മാർ ചിന്തിച്ചു കൊണ്ടിരിക്കെ നാലപ്പാട്ട് നാരായണമേനോൻ ഭാരതത്തിൻ്റെ കെടാവിളക്കായ ബുദ്ധൻ്റെ കഥ മലയാളികൾക്ക് പൗരസ്ത്യദീപം എന്ന പേരിൽ തർജ്ജമ ചെയ്തു കൊടുത്തു. അതുപോലെ ഞാൻ കണ്ട കുരുക്ഷേത്രം എന്ന കവിതയും യുദ്ധക്കെടുതികളെ വരച്ചു കാട്ടുന്ന സുലോചനയും അദ്ദേഹം കാലത്താണ് രചിച്ചത്. പുകവലിക്കുന്നതിന് പോലും ഒരു മാഹാത്മ്യം കണ്ടെത്തുന്ന വിധത്തിൽ അവനാൽ ചെയ്യുന്ന എല്ലാത്തിനെയും ന്യായീകരിക്കാൻ ഒരു സഗുണേശ്വരനെ കൂട്ടുപിടിക്കുന്ന പഴമയെ ആ പഴയ കാലത്തിരുന്നു കൊണ്ട് അദ്ദേഹം കളിയാക്കി. ഇത് അന്നാണ് ഇരുന്നത് കളിയാക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അന്ന് ആരും അതിന് ധൈര്യപ്പെട്ടിരുന്നില്ല. ദേവസ്വം കട്ടുമുടിക്കുന്നവരെ അദ്ദേഹം കണക്കിന് ചൊട്ടി ദേവഗതി എന്ന കവിതയിൽ.
അസൂയയും മടിയും കൊണ്ട് നാട് നശിപ്പിക്കുന്ന ജനതയോട് അവ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ പൈതൃകത്തിൽ അഭിമാനിക്കുന്ന മാതൃഭൂമി എന്ന കവിതയും ഇന്ത്യയെക്കാളുപരി താൻ സ്നേഹിക്കുന്ന ഈ ഭൂമിയുടെയും ഈ പ്രപഞ്ചത്തിൻ്റെയും നിത്യസാക്ഷികളായ നക്ഷത്രങ്ങളെ നോക്കിയിരുന്ന് താൻ അനുഭവിച്ച അനുഭൂതി പ്രപഞ്ചവും അപക്വമായ ആ പ്രായത്തിൽ തന്നെ അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. ഒരു മാങ്ങയുടെ അണ്ടി കണ്ടാൽ അറിയാം അത് മാവായിട്ടാണ് വളരുന്നത്. 1907 മുതൽ 1914 വരെയുള്ള കാലഘട്ടത്തിൽ, അതായത് കൈതപ്പൂവ് എന്ന കവിത മുതൽ പൗരസ്ത്യ വരെ അദ്ദേഹം രചിച്ച ആദ്യകാല കൃതികളെ ആധാരമാക്കി 2ാം ക്ലാസ് കവി എന്ന് നാലപ്പാടിനെ വിളിച്ചവരെ അദ്ദേഹത്തോട് നീതി പുലർത്തിയില്ല. പക്ഷെ കാലം കടന്നുപോയി. പിന്നിലേക്ക് നോക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് അദ്ദേഹം ആരായിരുന്നു എന്നും എന്തുകൊണ്ട് അദ്ദേഹം അന്നത്തെ കാലത്ത് ആദരിക്കപ്പെട്ടില്ല എന്നും വ്യക്തമാകും. തങ്ങളിൽ നിർലീനമായ യാഥാസ്ഥിതികയെ ചോദ്യം ചെയ്യുന്നവരെ അതാത് കാലത്തെ പണ്ഡിതന്മാർ സഹിക്കാറില്ല. ഇപ്പോഴും അങ്ങനെയാണ്. അവരെ സ്തുതിപാഠകന്മാരെയാണ് ഇപ്പോഴത്തെ ആളുകൾക്കും, പത്രക്കാരായാലും ശരി രാഷ്ട്രീയമായാലും ശരി എല്ലാവർക്കും ഇഷ്ടം അവരെ സ്തുതി പാടുന്ന കവികളെയും എഴുത്തുകാരെയുമാണ്. അത് അദ്ദേഹം ചെയ്തില്ല. പഴയ രാജാക്കന്മാരെ മാതിരിയാണ് ഇപ്പോഴത്തെ ഭരണാധികാരികളും എന്നർത്ഥം. ഇതിപ്പോൾ ഞാനിത് പറയാൻ കാരണം അദ്ദേഹം 2ാം ക്ലാസ് കവി അല്ല എന്ന് ശരിക്കും കണ്ടുപിടിച്ചത് സഞ്ജയനാണെന്നുള്ളതുകൊണ്ടാണ്. ഒരു 2ാം ക്ലാസ് കവിയുടെ 1ാം ക്ലാസ് കവിത എന്ന് സഞ്ജയൻ എഴുതിയപ്പോൾ നാലപ്പാടിനെ ആക്ച്വലി വിമർശിച്ചതല്ല അദ്ദേഹം. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഈ വാക്ക് അദ്ദേഹം 1925 പുറത്തു വന്ന പാവങ്ങളിൽ നിന്ന് കടമെടുത്തതാണ്. വിക്ടർ ഹ്യൂഗോ പറഞ്ഞിരിക്കുന്നത് വാട്ടർലൂ യുദ്ധത്തിലെ നെപ്പോളിയൻ്റെ പരാജയത്തെപ്പറ്റി അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തെ തോൽപ്പിച്ച വെല്ലിംഗ്ടൺ പ്രഭു, അദ്ദേഹത്തിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഒരു 2ാം ക്ലാസ് യോദ്ധാവിൻ്റെ 1ാം ക്ലാസ് വിജയം എന്നാണ്. നെപ്പോളിയനെ പോലുള്ളൊരു 1ാം ക്ലാസ് യോദ്ധാവിനെ തോൽപ്പിച്ചാൽ 2ാം ക്ലാസ് യോദ്ധാവായ വെല്ലിംഗ്ടൺ 1ാം ക്ലാസ്സുകാരനായി. ആ അർത്ഥത്തിലാണ് കടമെടുത്തിട്ടാണ് അദ്ദേഹം ആ വാക്ക് ഉപയോഗിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അതുവരെ 2ാം ക്ലാസ് കവി എന്ന് കരുതിയിരുന്ന എല്ലാവരെയും നിശബ്ദരാക്കുന്ന ഒരു വാക്കാണ് ശരിക്കും സഞ്ജയൻ ഉപയോഗിച്ചത്. താൻ കടമെടുത്തതുപോലും ഈ വിമർശനത്തിന് വേണ്ടിയാണ്. ആ വാക്ക് കടമെടുത്തതുപോലും ആ വിമർശിക്കപ്പെടുന്ന വ്യക്തിയിൽ നിന്നാണ്. പക്ഷെ അത് മനസ്സിലാക്കാൻ നമ്മുടെ പണ്ഡിതന്മാർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇങ്ങനെ ഒരു ഇതെന്നാണ് ഇദ്ദേഹം ഇത് എടുത്തു പറഞ്ഞത്. അത് നാലപ്പാട്ട് നാരായണ മേനോനും സഞ്ജയനും മാത്രമേ അറിയണ്ടാവുള്ളൂ. ഇന്നാണ് എടുത്തിരിക്കുന്നത് എന്ന് നാലപ്പാടിന് അറിയണ്ടാവും. ഞാൻ ഇന്നാണ് എടുത്തതെന്നുള്ള കാര്യം സഞ്ജയനും അറിയണ്ടാവും. വേറെ ഒരു കുട്ടി അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിലത്തെ പ്രത്യേകത.